വീട്ടമ്മമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ വീടുകളിലെ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഈസി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരമായി. ഒരു അടുക്കളയ്ക്ക് 75,000 രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക. 2021 ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. KSFE വഴിയാണ് വായ്പ നൽകാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് കാര്യക്ഷമമായില്ല. ഇതേ തുടർന്നാണ് അടുക്കളകൾ നവീകരിക്കാൻ ഈസി കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചത്. അടുക്കളയുടെ ഉപയോഗം കൂടുതൽ സൗഹാർദ്ദമാക്കാനും സൗകര്യപ്രദമാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പണം എന്തിനൊക്കെയാണ് ലഭിക്കുന്നത്? അടുക്കളയിൽ നിലവിലുള്ള തറയ്ക്ക് പകരം കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകൽ, ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജമാക്കൽ, MDF ഉപയോഗിച്ചുള്ള കബോർഡ് നിർമ്മാണം, പ്ലാസ്റ്ററിംഗ്, കിച്ചൺ സിങ്ക് സ്ഥാപിക്കൽ, 200 ലിറ്റർ വാട്ടർ ടാങ്ക് സ്ഥാപിക്കൽ, പ്ലംബിംഗ് ജോലികൾ, പെയിൻറ്റിംഗ്, സോക്ക് പിറ്റ് നിർമ്മാണം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി ചെയ്യാം. ഇലക്ട്രിക്കൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 6,000 രൂപ വരെയും ഈസി കിച്ചൺ പദ്ധതിയിൽ അനുവദിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ളവരുടെ 2.4 മീറ്റർ വരെ വിസ്തീർണമുള്ള അടുക്കളകൾ നവീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കാനാകും. ഈസി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം. ആരൊക്കെയാണ് ഈ പദ്ധതിയിലെ അർഹർ? വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ 2 ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ 3 ലക്ഷം രൂപയിലും കൂടാത്തവർ. പട്ടികവർഗ വിഭാഗത്തിൽ വരുമാന പരിധിയില്ല. തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാം. അനർഹർ ആരൊക്കെയാണ്? ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം കിട്ടില്ല. നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും കിട്ടില്ല. അടുക്കളയ്ക്കുള്ള പണം വീടിൻ്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി വകമാറ്റാനുമാകില്ല.